ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മൈൻക്രാഫ്റ്റ് ആണ് ഗായ്സ്. ഗായ്സ്, ഇന്ന മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷൻ ആണ്. അല്ല, ബെഡ്റോക്ക് എഡിഷൻ. ഇനി ഞാൻ എന്താ എൻ്റെ ഞാനും പിന്നെ എൻ്റെ കസിൻ്റെ ഒരു രണ്ട് വീഡിയോ ഞാനും എൻ്റെ കസിനും കൂടി ചേർന്നായിട്ടൊരു രണ്ട് വീഡിയോ വിട്ടില്ലേ. ആ വീഡിയോ കണ്ട് ചില ആൾക്കാർക്കെങ്കിലും മൈൻക്രാഫ്റ്റ് പഠിക്കാൻ തോന്നിയിട്ടുണ്ടാവും. അത് പഠിപ്പിച്ചു തരാനാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇത് ക്രിയേറ്റീവ് വേൾഡ് ആണ്. ക്രിയേറ്റീവ് ഫ്ലാറ്റ് വേൾഡ് ഒക്കെ ഒഴിവാക്കട്ടെ. നമ്മൾക്ക് ആദ്യം പേര് തന്നെ തുടങ്ങാം. ഇവിടുത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് തുടങ്ങിക്കോ. ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഒന്നുകൂടി ചെയ്തുതരാം. അല്ല, ഇതന്നെ. ഇത് കാണിച്ചത് ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സാധനങ്ങളെല്ലാം പഠിക്കാം. അല്ലെങ്കിൽ നോക്കി തന്നെ പഠിക്കാം. ഇത് പഠിച്ചു ഇത് നിങ്ങൾക്ക് ക്രിയേറ്റീവ് വേൾഡ് ഒക്കെ ഉണ്ടാക്കാറില്ല. അപ്പം നോക്കി പഠിച്ചാൽ ഇതിപ്പോൾ കുറേ ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ട് നമ്മൾക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് ബ്ലോക്സിൻ ഹൗസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതില്ല. പിന്നെ ഹൗസിൻ്റെ ഉൾഭാഗം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതില്ല. പിന്നെ മണ്ണും ചെടിയും പൂവും മുട്ടയും എല്ലാം ഇതിലാണ്. പിന്നെ ഇതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നമ്മളെ
എന്താ ഇൻവെർട്ടർ റൂം. അപ്പോൾ ഞാനൊരു കാര്യമൊക്കെ ഇവിടെ കാണിച്ചു തരാം. ഒരു പിക്കാക്സ് വേണം, സാധാ ഒരു ഡയമണ്ടിൻ്റെ പിക്കാക്സ്. എന്താ ഇതിൽ ഈ ബുക്കില്ലേ കുറേ ഉണ്ട്. ഇത് എൻചാഞ്ചിങ് ബുക്കാണ്, ബുക്സ് എൻചാഞ്ചിങ് ബുക്സ്. ഇതിൽ അതാ ക്രിയേറ്റീവ് സിൽക്ക് ടച്ച് വർക്ക് ആവോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇൻഫിനിറ്റി അമ്പിന് ഇടാം, പക്ഷെ ക്രിയേറ്റീവില് നമ്മൾക്ക് ഇൻഫിനിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഹാപ്പി ഗാസ്റ്റ് അറിയോ? പുതിയ അപ്ഡേറ്റിൽ പുതിയ മോബാണ് ഗൈസ്. ഈ സാധനത്തിന്റെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം, അത് അതിന്റെ മുമ്പേ ഉള്ളതാണ്. ഞാൻ എല്ലാ മുട്ടകൾ എഗ്സും പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഹാപ്പി ഗാസ്റ്റ്. ഞാൻ ദൂരത്ത് വെക്കാം. ഇത് ഹാപ്പി ഗാസ്റ്റ്. അടുത്തത് എന്താ സാദാ ഗാസ്റ്റ്. ഇതാണ് ഗൈസ് സാദാ ഗാസ്റ്റ്. ഈ സാദാ ഗാസ്റ്റില്ലേ ചീത്തതേക്കാരം, പക്ഷെ ഹാപ്പി ഗാസ്റ്റ് പിന്നെ നല്ലതേക്കാരം. അത് സാദാ ഗാസ്റ്റ്, ഇത് ഹാപ്പി ഗാസ്റ്റ്. ഹാപ്പി ഗാസ്റ്റിന്റെ പുറത്തൊരു സാധനം ഇടും ഗൈസ്, ഞാൻ എൻ്റെ ഇഷ്ടമൊക്കെ യൂസ് ചെയ്യുന്നു. ഓ ഇങ്ങനെ പോവാന്നില്ലേ? ഞാൻ പോവാണ് എൻ്റെ വീട്ടിലേക്ക്. എവിടെ വീട് എവിടെയാണ്? അല്ല വീട് എന്ത്? വെയിറ്റ് എ സെക്കൻഡ്, ഞാൻ സെറ്റിങ്സ് എടുക്കുക. ഇതെപ്പോഴാണ് ഞാനിട്ടെ? യെസ്, രക്ഷപ്പെട്ട്. എല്ലാവർക്കും വീടിൻ്റെ മുറ്റത്ത് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. ഞാൻ ഹാപ്പി ഗാസ്റ്റ് പരിചയപ്പെടുത്തി തന്നത്. പിന്നെ പുതിയൊരു അപ്ഡേറ്റിൽ എന്താ ഒരു സാധനം കൂടി ഇറങ്ങിക്കിടയാണ്. വുഡിൽ ഇത് പുതിയത്. ഇത് ഞാൻ പെട്ടെന്ന് വളർത്തി തരാം. അവിടെ ആ സാധനം ഇതാണ് ബോൺ ബീറ്റ്. ഈ ബോൺ ബീൽ കരുതയ്ക്ക. ഇത് വർക്കാകാത്തതാണ്, അതിക്കറിയില്ല ഗൈസ്. ഇത് വർക്കാവോ ഞാൻ ഒന്ന് നോക്കട്ടെ. യെസ്, ഇതൊക്കെ വർക്കായി. അപ്പൊ ഇതിന് ഞാൻ അതിന്റെ വുഡ് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ വുഡ്. ഞാന് ഇതൊക്കെ ഇട്ട് ഒരു വീട് ഉണ്ടാക്കി തരാം. കുറ്റിയൊരു വീടായിരിക്കും ഗൈസ്. എന്താ കുറേ നേരം ഇത് പിടിക്കില്ല ഗൈസ്. ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിച്ചു. എനിക്ക് വീട് ഉണ്ടാക്കാൻ അറിയില്ല, ഒക്കെ പറയണ്ട.
ഞാൻ തന്നെയാണ് ആ പര ഉണ്ടാക്കിയത്. ഇങ്ങനെയൊക്കെ ഡിസൈഡ് കൊടുക്കാം ഗൈസ്. ഇത് കൊടുത്തില്ല അല്ലേ? ഫ്രണ്ടിൽ ഡിസൈഡ് ആയിക്കോട്ടെ. അപ്പോ എന്തിരി ഈ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്ലാഗ്സിക്സ് ആണ്. ഉദാഹരണം ഞാൻ ഇതിൽ ഉണ്ടാക്കി തരാം. ഇതിങ്ങനെ വെച്ചാൽ ഇതിന്റെ ഈ ഇത് കിട്ടും. അപ്പോ ഞാന് എന്താ ഞാന് എഗ്സ് അതാ തന്നിട്ടില്ലല്ലേ? എഗ്സിന്റെ കൂട്ടത്തിൽ ഇതല്ല. ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാം. നമുക്ക് ഇതാണ് ചിക്കൻ. ചിക്കൻ ചിക്കൻ സ്പോൺ എഗ്. അടുത്തത് എന്താ ഇതല്ല, ഇതാണ് ബി തേനീച്ച. ഇതാണ് പന്നിക്കുട്ടൻ പിഗ്. ഇതാണ് നമ്മളെ ചെമ്മരിയാട്. എന്തിന് ഷീപ്പ്. ഇതാണ് നമ്മളെ അതതിനെ കാട്ടും, കൊല്ലും ഗൈസ്. നമുക്ക് അതിന്റെ ഭരണം വരുന്നൊക്കെ കണ്ണും ചോപ്പിച്ച് ആ കുഞ്ഞതിനെ വരെ കൊല്ലുന്നു ക്രൂരന്മാർ. വാടന വെച്ചാലോ. ഇതാണ് പോളാർ ബിയർ. ഉദാഹരണം ഐസ്ലാൻഡിത്തെ കരടി. ഇതെന്ത് പൂച്ച ഞാൻ അറിഞ്ഞിട്ടില്ല ഗൈസ്. ഇതാണ് സാധാ കാറ്റ്. മ്യാ മ്യാ മ്യാ. ഇതാണ് മഷ്റൂം സ്ഥലത്തെ പശു. മേലെ മഷ്റൂം ഒന്ന് കുഴിച്ചിട്ടതല്ല കേട്ടോ ഇതിന്റെ മേലെ, അതങ്ങനെ. അടുത്തത് നമ്മൾക്ക് എടുക്കാം. അടുത്ത ഇത് പച്ചക്കുതിര. ഇതാണ് വവ്വാല് ബാറ്റ്. ഇതാണ് നമ്മളെ പക്ഷികൾ. ഇതാണ് നമ്മളെ മുയൽ. ഇതാണ് നമ്മളെ ലാമ, ട്രേഡറിന്റെ പെറ്റ്. വാണ്ടിയൻ ട്രേഡർ ആണ്. ഇതാണ് നമ്മളെ ഹോഴ്സ്. ഈ ഹോഴ്സിന് എത്ര ഓട്ടം ചാട്ടം ഉണ്ട് നോക്കട്ടെ. ആ ഹോഴ്സിന് ആദ്യം ഇത് പരിചയപ്പെടുത്തിയിട്ട് കഴിഞ്ഞിട്ട് ഇതാണ് ഡോങ്കി, കഴുത. ഇതെന്താ ഇത് എനിക്കിതൊന്നും മനസ്സിലായില്ല. ചിലപ്പോ ഡോഗിന്റെ കാര്യം അതിന്റെ മകൻ തന്നെ, പക്ഷെ കളർ വ്യത്യാസം ഉള്ളൂ. ഇതെന്താ സ്കെലട്ടൻ ഹോഴ്സ്. ഈ സ്കെലട്ടൻ ഹോഴ്സിന്റെ സ്പീഡ് അറിയില്ലല്ലോ ഗൈസ്. അമ്മതിന്റെ സ്പീഡാണ്. ഇതിന്റെ ചാട്ടം കാണിച്ചരാ. നമുക്ക് ഇതിന്റെ മാറ്റി കാണാം. ഇതാണ് പച്ചക്കുതിര അല്ല സോംബി ഹോഴ്സ്. അടുത്തതാണ് ഇതൊക്കെ. ഇതാണ് നമ്മളെ മീന്, സോറി കേട്ടോ. ഇതാണ് നമ്മളെ ഗ്രാമീൺ. ഇതാണ് നമ്മുടെ മരുഭൂമിത്തെ സോംബി. ഈ സോംബി കൊടുക്കാൻ പോകുന്നു. ഇതാണ് വാട്ടർ സോംബി, വെള്ളത്തിലുള്ള സോംബി. ഇതാ നീരാളിക്കുട്ടൻ.
ഇത് ഡയമണ്ട് നീരാളി. ഇതെന്താ? ഇതാണ് കേവ് സ്പൈഡർ. കേവ് സ്പൈഡറിന് പിന്നെ ബുദ്ധിയുണ്ട്. ഇതാണ് നമ്മളെ വിച്ച് മൂക്കുമ്പോ കുരുവെക്കുന്നത്. ഇതൊരു മോൺസ്റ്റർ ഫിഷാണ്, ഭയങ്കര മോൺസ്റ്റർ. അടുത്ത് അതിൻ്റെ അപ്പുറം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന മോൺസ്റ്റർ ഫിഷിന്റെ കാട്ടി ഡേഞ്ചർ ആണ് ഈ മോൺസ്റ്റർ ഫിഷ്. ഇത് കുറച്ച് അതിർത്ത് സാധനം കണ്ടോ. ഇതാണ് മറ്റേ എഡർബാർക്ക് കുറെ ദേഷ്യമുള്ള സാധനമാണിത്. ഇതിന്റെ അതിർത്തൊരു ഇതാണ്. ഇതാണ് നെതറിൽ ലാവയെ കൂടെ നടക്കുന്നത്. ഇതാണ് നമ്മൾ നെതർത്തെ പിക്ക്. ഇതാണ് ഇത് സാധാ നെതർ പിക്ക്. ഇത് നെതർ പിഗ്ലിക്ക്. ഇതാ സോംബി പിഗ്ലി. ഇതൊക്കെ മറന്നു. ഇതാണ് പിഗ്ലിംഗ് ബ്രൂട്ട്, പിഗ്ലിങ്ങിലെ രാജാവ്. ഇനി അത് അതിനെ കൊല്ലും, കൂട്ടത്തോടെ അത് അതിനെ കൊല്ലും.